2 ദിവസം വീട് തൂക്കാതിരുന്നപ്പോഴേ 2 വർഷം വീട് തൂക്കാത്ത പോലത്തെ അവസ്ഥയാണ് കേട്ടോ. 2-3 ദിവസം ഒന്ന് എറണാകുളം വരെ പോയി കറങ്ങിയിട്ടൊക്കെ വന്നപ്പോഴത്തേനും വീടിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. പോകുന്ന അന്നത്തെ ദിവസം നല്ല വൃത്തിയായിട്ടെല്ലാം തൂത്തുവാരിയൊക്കെ ഇട്ടിട്ട് പോയതാണ് കേട്ടോ. എവിടുന്നാ ഇത്രയും പൊടിയെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ. അഴുക്കും മണ്ണും ഒന്നും അല്ല, നിറയെ പൊടിയാണ്. അങ്ങനെ രാവിലെ തന്നെ പരിപാടിയൊക്കെ അങ്ങ് തുടങ്ങുവാണ്. ആദ്യം സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ തുടങ്ങി കേട്ടോ. നിറയെ ചെരുപ്പായിരുന്നു നിരത്തിയിട്ടത്, കൊണ്ടുപോയതും ഇട്ടുകൊണ്ട് വന്നതും എല്ലാം ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അതൊക്കെ ഒന്ന് പറക്കി ഒതുക്കി വെച്ച് കാർ പോർച്ചിലൊക്കെ നിറയെ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയായിട്ടെല്ലാം തൂത്തുവാരി ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടി കേട്ടോ. ഫ്രണ്ടെല്ലാം നല്ല തൂത്ത് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ അകത്തോട്ട് വന്നു കേട്ടോ, ഹാളും ഇതുപോലെ അയാനും അയിമായും വലിച്ചു വാരി ഓരോന്നൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് ഒന്ന് വൃത്തിക്ക് തൂക്കാനുള്ളൊരു അവസ്ഥ ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് ഒതുക്കി നല്ല വൃത്തിയായിട്ട് തൂത്ത് കഴിഞ്ഞപ്പം നല്ല സമാധാനം കിട്ടി. രാവിലെ എണീറ്റ് സിറ്റ് ഔട്ടും ഹാളും ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ നല്ല ആശ്വാസമാണ്. കാരണം ആരെങ്കിലും വന്ന് കയറുന്നത് അവിടോട്ടാണല്ലോ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം അടുക്കളയിലോട്ട് കയറിയിട്ട് ഉച്ചക്കത്തെ പരിപാടിക്ക്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള മീൻകറി വെക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പം മത്തി കിട്ടിയായിരുന്നു, അതെല്ലാം ഒന്ന് വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തു. ഇനി ചട്ടിയിലേക്ക് നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനല്ല ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ബാക്കി മുളക് ചതച്ച മുളകുണ്ടല്ലോ അതും, കുറച്ച് മാങ്ങായും പിന്നെ നമ്മുടെ മീനും, ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ആക്കുക കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് തേങ്ങ ഇടാത്ത മീൻ പറ്റിച്ചതാണേ. എന്നിട്ട് ഒരു തരി വെള്ളം ഒന്ന് ഇട്ടിച്ചതിന് ശേഷം അടുപ്പിലോട്ട് വെക്കാം കേട്ടോ. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ചെറിയ തീയിൽ അങ്ങോട്ട് വെച്ച് പറ്റിച്ചെടുക്കാം നമുക്ക്. അപ്പോഴത്തേനും ഞാനൊരു സാലഡും കൂടെ തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. ഈ വയലറ്റ് ക്യാബേജ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സാലഡ് അരിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു തവി ചോറ് കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് സെറ്റാക്കി കുക്കുമ്പറും ക്യാരറ്റും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും നാരങ്ങാനീരും ഒക്കെ ഒഴിച്ച് അതെല്ലാം ഒന്ന് മിക്സാക്കി സാലഡ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സാലഡ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ മീനങ്ങ് വന്നു കേട്ടോ, നല്ലതായിട്ട് തിളച്ച് വന്നു. അപ്പം ഉപ്പൊക്കെ ഒന്ന് നോക്കി എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചോറും നല്ല വെള്ളരിക്കായിട്ട് മോരുകറിയും ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടേണ്ടതല്ലേ. അങ്ങനെ മീൻകറി സെറ്റായി വന്നിട്ടുണ്ട്. അതങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ. ഇനിയിപ്പോൾ അതിനിടയ്ക്ക് ഫോൺ വിളിയൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ടേബിളിലോട്ട് എടുത്ത് വെച്ചിട്ട് വേണം ബാക്കി പരിപാടികൾ നോക്കാനായിട്ട് കേട്ടോ. അപ്പോൾ മീൻകറി കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ക്യാരറ്റ് മാങ്ങായ അച്ചാറുണ്ടല്ലോ, 2 ദിവസം കറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതെല്ലാം നല്ല സെറ്റായിരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം ഒന്ന് കുപ്പിയിലോട്ടൊക്കെ ആക്കി വെച്ചു. ഇനിയിപ്പോൾ മക്കൾ വരുന്നതിന് മുന്നേ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് തീർത്ത് റെഡി ആവണം. ഓക്കെ, ബൈ.